അജയ്, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലായിരുന്ന ഒരു സംഭവം ഇപ്പോൾ പതിയെ ആ ഒരു മഞ്ഞ് പോലെ അലിയുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് പാർട്ടി നേതൃത്വം ഇപ്പോൾ ഉപസമിതി നമ്മോട് സംസാരിക്കുന്ന സന്ദർഭത്തിൽ കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കും എന്നൊരു പ്രതികരണം നടത്തിയിട്ടില്ല. അതേസമയം ഈ കുടുംബം കൺവീൻസ് ആവുന്ന രീതിയിൽ, കുടുംബത്തിന് തൃപ്തിയാകുന്ന രീതിയിൽ അവരെ കയ്യിലെടുക്കാനും അവരെ സംസാരിച്ച് ആശ്വസിപ്പിക്കാനും ഈ ഉപസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഉപസമിതി അംഗങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇവർ തിരിച്ചു പോയതിനു ശേഷം കുടുംബം ഒറ്റയ്ക്ക് നമ്മോട് സംസാരിക്കുമ്പോഴാണ് സാമ്പത്തിക ബാധ്യത അടക്കമുള്ള കാര്യങ്ങൾ തങ്ങൾ അറിയിച്ചു എന്നും അത് ഏറ്റെടുക്കാമെന്ന് കുടുംബത്തെ അവർ അറിയിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞത്. എന്നാൽ അത് സംബന്ധമായ ഒരു പ്രതികരണം ഈ KPCC ഉപസമിതിയിൽ നിന്ന് നേരിട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല. ഇവർക്ക് കുടുംബത്തിന് പറയാനുള്ളത് മുഴുവൻ കേട്ടു. അവരുടെ വൈകാരിക പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, അവരുടെ വിഷമങ്ങൾ ഉണ്ടായിരുന്നു, അത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ സമയത്ത് അവരെ ആശ്വസിപ്പിക്കുക എന്നത് തങ്ങളുടെ ധാർമ്മിക ബാധ്യതയാണ്. അതിനാണ് തങ്ങൾ വന്നിട്ടുള്ളത്. ഇവർക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടു എന്ന് പറയുകയും പിന്നീട് അതിനുശേഷം അവർ പറഞ്ഞു ഒരു ഫോർമുല രൂപപ്പെട്ടിട്ടുണ്ട്. അത് മൈക്കിൽ അല്ലാതെ നമ്മൾ സംസാരിക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞു അവർക്ക് കൂടി തൃപ്തികരമാവുന്ന രീതിയിലുള്ള ഒരു ഫോർമുല രൂപപ്പെട്ടിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ പിന്നീട് അറിയിക്കാം എന്ന രീതിയിലാണ് KPCC ഉപസമിതിയിലുള്ള അംഗങ്ങൾ നമ്മോട് സംസാരിച്ചത്. അതേസമയം കുടുംബം പറയുന്നത് അവരുടെ പ്രയാസങ്ങൾ എല്ലാം കേട്ടിട്ടുണ്ട്, തങ്ങൾക്ക് കൺവിൻസിംഗ് ആവുന്ന രീതിയിൽ അത് ഏറ്റെടുക്കാമെന്ന് ഇവർ അറിയിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ മാധ്യമപ്രവർത്തകർ തിരിച്ചു ചോദിക്കുകയായിരുന്നു സാമ്പത്തിക ബാധ്യതയെ കുറിച്ച് എന്താണ് പറയുന്നത്. അതടക്കം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഏറ്റെടുക്കാമെന്ന് പാർട്ടി പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അനുകൂലമായ മറുപടിയാണ് കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചത്. നമ്മോട് സംസാരിച്ചത് മകൻ വിജേഷും മരുമകൾ പത്മജയുമാണ്. രണ്ടുപേരും പറയുന്നത് തൃപ്തികരമാണ് എന്നാണ്. അതോടുകൂടി നേരത്തെ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ചില പ്രതികരണങ്ങൾ, ഈ പാർട്ടി നേതൃത്വത്തെ വിശ്വാസത്തിലില്ലാതെ ചില പ്രതികരണങ്ങളൊക്കെ വന്നു, അതെല്ലാം കഴിഞ്ഞു എന്ന രീതിയിൽ തന്നെ വ്യക്തമായി അവർ പറയുന്നു. മാത്രമല്ല ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പാർട്ടി നേതൃത്വത്തോടുണ്ടായിരുന്ന അസ്വസ്ഥതകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തീർന്നു എന്ന് തന്നെയാണോ? അതെ, ഞങ്ങൾ പൂർണ്ണമായി ഈ പാർട്ടിയിൽ വിശ്വസിക്കുന്നു. അച്ഛൻ ഇത്രകാലം പണിയെടുത്ത പ്രവർത്തിച്ച ഒരു പാർട്ടിയാണ്, ആ പാർട്ടി ഞങ്ങളെ കൈവിടില്ല എന്ന ഉറച്ച ബോധ്യം ഞങ്ങൾക്ക് ഇപ്പോഴുണ്ട്. ഈ നേതാക്കൾ തങ്ങൾക്ക് അത്തരം കാര്യങ്ങളിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. പാർട്ടിയെ കുറിച്ച് നേരത്തെ നേതാക്കളെ കുറിച്ചൊക്കെ പറഞ്ഞ് തെറ്റിദ്ധാരണയുടെ പുറത്ത് പറഞ്ഞിട്ടുള്ളതാണ് എന്നുകൂടി കുടുംബം പ്രതികരിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ ഉപസമിതിയുടെ വരവ് ആ അർത്ഥത്തിൽ പാർട്ടിക്ക് വിജയകരമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുക. പക്ഷെ ഇത് കുറെ കൂടി നേരത്തെ ആയിരുന്നെങ്കിൽ അവർക്ക് ഈ ഒരു പ്രതികരണം പോലും ഇതുവരെ ഉണ്ടായിരുന്നത് പോലും ഒഴിവാക്കാമായിരുന്നു എന്ന ഒരു വിമർശനം, സ്വയം വിമർശനമായി പാർട്ടി ഉപസമിതി അംഗങ്ങൾ നേരത്തെ നമ്മോട് വ്യക്തമായി സംസാരിക്കുന്ന സന്ദർഭത്തിൽ അവർ പങ്കുവച്ചിരുന്നു. ഒരല്പം വൈകി പോയിട്ടുണ്ട് എങ്കിൽ പോലും വൈകിയ വേളയിലാണെങ്കിലും അവർ കുടുംബത്തെ സന്ദർശിക്കുകയും കൂടെ നിർത്തുകയും അവരെ വിശ്വാസത്തിലെടുക്കാനും ഈ നിലവിൽ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സനീസ് അലി, ഒപ്പം തന്നെ ഈ ഉപസമിതിയുടെ സന്ദർശനം നടക്കുന്നുണ്ട്. അതിനിടയിൽ ഈ കേസ് അന്വേഷണം ഇപ്പോൾ ഏത് തലത്തിലാണ് മുന്നോട്ട് പോകുന്നത്? 5 പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുത്ത് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള വിശദാംശം. തീർച്ചയായും ഈ പോലീസിന്റെയും വിജിലൻസിന്റെയും അന്വേഷണം സമാന്തരമായി അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇതുമായി ഇവരുടെ KPCCയുടെ ആഭ്യന്തര അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. ഈ അന്വേഷണം പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് ഇവർക്ക് ലഭിച്ചിട്ടുള്ള പരാതിയെ തുടർന്നാണ്. അതായത് NM വിജയന്റേതായി പുറത്തു വന്നിട്ടുള്ള ഒരു കത്ത്, NM വിജയന്റേത് തന്നെ എന്ന് പോലീസ് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നില്ല. NM വിജയന്റേത് എന്ന് പറഞ്ഞുകൊണ്ട് ലഭിച്ചിട്ടുള്ള ഒരു കത്ത്, 8 പേജുള്ള ഒരു കത്താണ്. ആ കത്തിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുന്നതിന് വേണ്ടി കയ്യക്ഷര പരിശോധനയും ശാസ്ത്രീയ ഫോറൻസിക് പരിശോധനയും വേണ്ടി പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. കോടതി അത് അനുകൂലമായ ഒരു ഉത്തരവ് വരുന്നതോടുകൂടി അത്തരം കാര്യങ്ങളിലേക്ക് കടക്കും. അങ്ങനെ NM വിജയൻ തന്നെ എഴുതിയതാണ് ഈ കത്ത് എന്നും മരണം ഉറപ്പിച്ചുകൊണ്ട് എഴുതിയതാണ് എന്നും സ്ഥിരീകരിച്ചാൽ അതിൽ പിന്നെ പേര് പറയുന്ന, അഴിമതി പറയുന്ന ചില ആളുകളുടെ പേരുകളുണ്ട്. അത് പ്രധാനമായും സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, അവരെയൊക്കെ പ്രതിസ്ഥാനത്ത് ചേർക്കേണ്ടി വരും. നിലവിൽ അവരിൽ നിന്ന് മൊഴിയെടുക്കാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. ആദ്യം ഈ കത്ത് NM വിജയന്റേതാണ് എന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. NM വിജയന്റെ കത്തോ അല്ലെങ്കിൽ മരണക്കുറിപ്പോ ആണ്, ആത്മഹത്യാക്കുറിപ്പാണ് എന്ന് പോലും ഈ ഘട്ടത്തിൽ പോലീസ് അത് സ്ഥിരീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അല്ല എന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്ര നടപടിയിലേക്ക് പോയിട്ടില്ല. ഇപ്പോൾ അവർക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ പങ്കുവച്ചത്.